ഹലോ ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ടപ്പോൾ ടൈറ്റിൽ മനസ്സിലായില്ലേ ഫ്രണ്ട്സ് എന്താ സംഭവിച്ചു നോക്കാം. ആനായിട്ട് ഹീറോയി പറയായിരുന്നു വിഷമിക്കാതെ നിങ്ങളെ ഞാൻ കൊണ്ടുവന്നെ ആക്കാം എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് അവർ ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നു. അവർ മാനേജർ അവർ 7 പേര് മാനേജർ ടെൻഷനായിരുന്നു. എന്ത് പറ്റി ബോസ്, എന്ത് പറ്റി ബോസ് എന്ന് പറയായിരുന്നു. അത് നഞ്ചുവിൻ്റെ മാനേജറായിരുന്നു. ബാക്കിയവരെല്ലാവരും ഞാൻ നഞ്ചുവിന് മാത്രം മാനേജർ വന്നായിരുന്നു. അങ്ങനെ 7 പേർക്കും അവർ ഞാൻ മാനേജറാണ്. എന്ത് പറ്റിപ്പാന്ന് പറയായിരുന്നു. ഞങ്ങളോട് നടന്ന കാര്യം പറയായിരുന്നു. ശരി ഓക്കെ സാർ ഞങ്ങൾ വരാം എന്നായിരുന്നു. ബാക്കി അവർക്കും അങ്ങനെയായിട്ട് അവർ ടെൻഷനായിരുന്നു. ശരിയെന്ന് അത് പറഞ്ഞു കൊടുത്തായിരുന്നു. അങ്ങനെ 7 പേർ പറയായിരുന്നു എന്ത് ചെയ്യുന്ന അറിയില്ല എന്ന് പറഞ്ഞ് ഇത് വിഷമത്തിലുണ്ടായിരുന്നു. അതായത് ഗ്രാൻഡ് പ ഓർക്കായിരുന്നു ഇപ്പം എന്താ ചെയ്യുക. ഗ്രാൻഡ് പ പറയുന്നു 7 പേർ ഹീറോയുടെ ഡാഡിയും ഹീറോയും പറയായിരുന്നു. ശരി ഞാൻ പോവാം ഗ്രാൻഡ് പ എന്ന് പറഞ്ഞ് ഹീറോയായിരുന്നു പറയുന്നത്. ഹീറോയുടെ ചേട്ടാടി ഉണ്ടായിരുന്നു. എന്താ ഗ്രാൻഡ് പ ഹീറോയിൻ്റെ ഗ്രാൻഡ് പ പറയായിരുന്നു. നിങ്ങൾക്ക് വേറെ വഴിയില്ലപ്പാ എന്നത് ഗ്രാൻഡ് പ പറയുന്നു. എന്താ എന്താ പറയുന്നത് എന്നിട്ട് ഹീറോ നഞ്ചൂൻ കേൾക്കായിരുന്നു. നഞ്ചൂൻ എൻ്റെ പേര് നഞ്ചൂൻ എന്നല്ലേ. അതെ അതെ ഗ്രാൻഡ് പ പറഞ്ഞോ എന്ന് പറയായിരുന്നു. അതായത് കൊറിയയിലാണ് പറയുന്നത്. ആറാം പറയായിരുന്നു നിങ്ങൾക്ക് 7 പേർക്ക് മാരേജ് ആയിരുന്നു എന്നിട്ട് ഗ്രാൻഡ് പ ഒരു ചോദ്യം കേട്ടായിരുന്നു. 7 പേർ തുറു വിളിക്കായിരുന്നു. നഞ്ചൂരിയുടെ കേൾക്കായിരുന്നു. ഫസ്റ്റ് നഞ്ചൂർ പറയായിരുന്നു ഇല്ല ഗ്രാൻഡ് പ എനിക്ക് മാരേജ് ആയിട്ടാ എന്ന് പറയുന്ന ഗ്രാൻഡ് പ. അതിന് ഗ്രാൻഡ് പ പറയാം. ഗ്രാൻഡ് പ നഞ്ചുൻ്റെ തന്നെ പോയിട്ട് നഞ്ചുൻ്റെ മൊത്തം ചോദ്യം കേൾക്കാം. നഞ്ചുടിക്ക് ഷെയർ തുടങ്ങി. ഇല്ല ഗ്രാൻഡ് പ അങ്ങനെ ഒന്നുമില്ല, എനിക്ക് ഗേൾ ഫ്രണ്ടും ഇല്ല എന്ന് നഞ്ചുന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറയുന്നത് നഞ്ചുവിനെ ടച്ച് ചെയ്ത് നോക്കും ഗ്രാൻഡ് പ. ശരി ഓക്കെ ഇവനും ശരി ഓക്കെ എന്ന് പറഞ്ഞത് ജിന്നിനെ വിളിച്ചു. ജിന്നിയോട് 7 പേരോട് ചോദ്യം കേട്ടായിരുന്നു. ജങ്കുക്കൊക്കെ കോമഡി കേട്ടായിരുന്നു. ജങ്കുക്ക് അതെ 3 പേര് ഭയങ്കര കോമഡി കേട്ടായിരുന്നു. അത്രയല്ല ജങ്കുക്കും ജിമ്മിനും കുറച്ച് കോമഡി. ജങ്കുക്ക് അതിനടി കോമഡി ഗ്രാൻഡ് പേൻ്റെ കോമഡിയും ഒക്കെ ചെയ്ത് വെച്ചായിരുന്നു. ഗ്രാൻഡ് പ പറയായിരുന്നു ശരിപ്പാ ഈ പ്രശ്നം വരും ആപത്ത് വരും എന്നിട്ട് പറയായിരുന്നു. ഗ്രാൻഡ് പ പറയായിരുന്നു എനിക്കൊരു ഇത് നോക്കാമെന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് പ പറയായിരുന്നു. ഗ്രാൻഡ് പ പറഞ്ഞ ഒരു ഗ്രാൻഡ് പക്കും എല്ലാം അറിയാൻ പറ്റും. ഒരു പവറുണ്ട് ഗ്രാൻഡ് പക്ക്. എന്താ സംഭവിക്കാൻ പോകുന്നത് എല്ലാം ഗ്രാൻഡ് പക്ക് അറിയാൻ പറ്റും. അതുപോലെ ഗ്രാൻഡ് പ പറയായിരുന്നു ശരിപ്പാ വിഷമിക്കാണ്ട എന്ന് പറഞ്ഞ ഗ്രാൻഡ് പ പറയായിരുന്നു. ഗ്രാൻഡ് പ പറയുന്നത് കേട്ട അവർ ശരി ഓക്കെ ഗ്രാൻഡ് പ പറയായിരുന്നു. അങ്ങനെയായിട്ട് ഗ്രാൻഡ് പ പറയായിരുന്നു ഞാൻ പറഞ്ഞു മതി നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് ഗ്രാൻഡ് പ പറയായിരുന്നു. ഗ്രാൻഡ് പ പറയുന്നത് കേട്ടിട്ട് 7 പേർക്ക് ഷോക്കാണ്. അതെങ്ങനെ സാർക്ക് ഗ്രാൻഡ് പ പറ്റൂ എന്ന് പറയായിരുന്നു. ഇല്ലപ്പാ ഇത് റിയൽ മാരേജ് അല്ല, ഇതൊരു ഫേക്ക് മാരേജാണ്, കോൺട്രാക്ട് മാരേജാണ്. നിങ്ങൾക്ക് പറഞ്ഞ ഒരു കോൺട്രാക്ട് മാരേജ് അതുപോലെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇതേ ഒരു വഴി ഇല്ല, നിങ്ങൾക്ക് ആപത്ത് വരും എന്ന് ഗ്രാൻഡ് പ നിറയെ തനിയെ വെച്ചിട്ട് ഗ്രാൻഡ് പ നിറയെ ചോദ്യം അവർ പറഞ്ഞു. അതെന്താ ഗ്രാൻഡ് പക്കും അതുമാത്രമല്ല ഗ്രാൻഡ് പക്കും കുറച്ച് പവറുണ്ട്. അത് ഗ്രാൻഡ് പക്ക് നടന്നത് എല്ലാം കാണാൻ പറ്റും. അത് മാത്രമല്ല ഗ്രാൻഡ് പക്ക് ഒരു മാജിക് പവറുണ്ട്. 7 പേർ ഗ്രാൻഡ് പൻ്റെ മാജിക് പവർ കണ്ട് ഷോക്കായിരുന്നു. എന്താ ഗ്രാൻഡ് പ പറയുന്നത് നിങ്ങൾക്ക് ഇല്ലപ്പാ നിങ്ങൾ നമ്പാൻ പറ്റില്ല, നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് ഫ്യൂച്ചർ നടക്കാൻ പോകുന്നത് മൊത്തം ഗ്രാൻഡ് പ പറയായിരുന്നു. അതുമാത്രമല്ല ഗ്രാൻഡ് പ പറയായിരുന്നു ഈ പവർ എനിക്കുണ്ട് എന്ന് പറയുന്നു. ഗ്രാൻഡ് പ പറയുന്ന ഒരു ഷോക്കായിരുന്നു. അതെപ്പാ ഈ പവർ എനിക്കുണ്ട്, ഇത് നിങ്ങൾ ഗ്രാൻഡ് പറയുന്നത് നിങ്ങൾക്കൊരു ആപത്ത് വരും. അതുമാത്രമല്ല നിങ്ങൾ കിഡ്നാപ്പ് ചെയ്ത കാര്യം അതുമാത്രമല്ല അത് എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഞാൻ പറഞ്ഞായിരുന്നു ഇവരോട് പറഞ്ഞില്ല, എനിക്ക് മനസ്സിലായിരുന്നു നിങ്ങൾ ഇവിടേക്ക് വരാൻ പോകുന്നതിലേക്ക് കാര്യം അറിയും. അതുമാത്രം അവരെക്കുറിച്ച് അവരുടെ സീക്രട്ട് കാര്യം ഗ്രാൻഡ് പ പറയുമ്പോൾ അവർ ഷോക്കായിരുന്നു. ഇത് നമുക്കല്ലാതെ ഇവർക്ക് എങ്ങനെ അറിയും എന്നത് ഷോക്കായി ഗ്രാൻഡ് പ നോക്കായിരുന്നു. ഗ്രാൻഡ് ചിരിക്കായിരുന്നു. അപ്പോൾ അവർക്ക് നമ്പിക്ക് വന്നത് ഇല്ലപ്പോൾ ഞങ്ങൾ പറഞ്ഞു മതി നിങ്ങൾ ചെയ്താൽ മതി, ഇല്ല നിങ്ങളുടെ പ്രശ്നം സോൾവ് ആവും എന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറയുന്നത് അർജുൻ ഒരു ടീച്ചർ അറിയ കാര്യം പറഞ്ഞു. എന്താ ഗ്രാൻഡ് പറഞ്ഞു ഇല്ലപ്പാ വേറെ വഴിയില്ല, ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഇതേ ചെയ്യാൻ പറ്റും. പ്രിയനോട് ചോദിച്ചു നോക്കും. ഹീറോയുടെ ഡാഡി പ്രിയനോട് ചോദിക്കായിരുന്നു. പ്രിയക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട്, അതുമാത്രമല്ല പറഞ്ഞക്കുറിയ നിനക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം സോൾവ് ആകാൻ വേണ്ടി ഇവരുടെ മാരേജേക്ക് അതുമാത്രം അവർക്കും പ്രോബ്ലം ഉണ്ട് എന്ന് പറയായിരുന്നു. ശരി ഗ്രാൻഡ് പ പറയായിരുന്നു. അങ്ങനെയായിട്ട് ഒരു പ്ലേസ് എടുത്തോടെ അങ്ങനെ മാരേജ് നടക്കാൻ പോയിരുന്നു. അങ്ങനെ ആ ഗേൾസ് കുറച്ച് ബിസിയായിരുന്നു. അവർ തേടിയുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഓഫീറ്റേഴ്സ് നമ്പർ 7 പേർക്കും മാരേജ് ആയിരുന്നു. ഗ്രാൻഡ് പ പറയുന്നത് എനിക്കൊരു ഗേൾ മാത്രമേ ഉള്ളത്, ഇവരെ മാരേജ് അയച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് പോയി എടുത്തുള്ളത് ഇല്ല നിങ്ങൾക്ക് പ്രശ്നമാവും എന്ന് ഗ്രാൻഡ് പ പറയായിരുന്നു. അത് കേട്ട് ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെ അങ്ങോട്ട് 7 പേർക്കും മാരേജ് ഇനീഷ്യൽസ് മാരേജ് ആയിരുന്നു. ഇത് സീക്രട്ടാണ്. ഹീറോ ഷാക്കായിരുന്നു. ഗ്രാൻഡ് പ അത് എന്ന് പറഞ്ഞ ഹീറോ ഷാക്കായിരുന്നു. അതുപോലെ പീഡിയസ് ഓവർക്ക് 7 പേർക്കും മാരേജ് ആയിരുന്നു.
ഗ്രാൻഡ് പ വിളിച്ചായിരുന്നു. അതുകൊണ്ട് മാരേജ് രജിസ്റ്റർ ആയിരുന്നു. അതുപോലെ കുറച്ച് ഫോട്ടോസ് എടുത്ത് വെച്ചു. ശരിപ്പാ എന്ന് പറഞ്ഞ് ഹീറോ വീട്ടിലൊക്കെ വന്നായിരുന്നു. ഗ്രാൻഡ് പ പറഞ്ഞ് ഈ റൂമിൽ നിന്ന് താമസിച്ചോ എന്ന് പറഞ്ഞ് വലിയ ബെഡ്റൂം, വലിയ ബെഡ്, അത് പറഞ്ഞ് വലിയ ബെഡ്, എത്ര ആൾ വേണം കിടക്കാം. നന്നായിട്ട് ഹീറോ പറഞ്ഞു നിങ്ങളിവിടെ ഉറങ്ങിക്കോ. അതിനാ ഗ്രാൻഡ് പറഞ്ഞ് കേട്ടിട്ട് അവർ ഉറങ്ങായിരുന്നു. അത് ഹീറോ പറഞ്ഞ് തലയുമായിട്ട് അവർ ഉറങ്ങാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് രാവിലെ ഹീറോ നല്ല കുളിച്ച് ഫ്രഷായിട്ട് റെഡിയായിട്ട് വന്നായിരുന്നു. വെളിയിൽ ഇറങ്ങി വന്നായിരുന്നു. അതുമാത്രമല്ല ഹീറോ പറഞ്ഞ ഒരു പിങ്ക് ജീൻസ്, പിങ്ക് ഡ്രസ്സ്, അതെ ബനിയൻ മതി, ജീൻസ് ടോപ്പ് ഇട്ടിട്ട് ഹീറോ താഴെ ഇറങ്ങി വന്നായിരുന്നു. അങ്ങനെയിട്ട് ഹീറോ ഇങ്ങനെ ഇറങ്ങി വന്നായിരുന്നു. ഹീറോയ്ക്ക് മാരേജ് മറന്നു പോയി. പാവ ഹീറോ മമ്മി എനിക്ക് കോഫി വേണമെന്ന് 7 വരെ എന്നിട്ട് അവിടെ ഗ്രാൻഡ് പാട് ഹീറോയിൻ്റെ ഡാഡി കൂടെ സംസാരിക്കും. 7 വരെ ഓർന്നാൾ ഹീറോയിനെ ക്രൂർന്നൊക്കെ അതിന് എന്താ ഇതിന്ന് 7 ചാക്കോക്ക് ഹീറോയിൻ്റെ കോള കളിച്ചപ്പോൾ ശരിക്കും വന്നായിരുന്നു. ജിമ്മിന് പറയുന്നത് പോയി വിടുകയെന്ന് പറയാൻ ഹീറോ നോക്കുമായിരുന്നു. എന്നാ നോക്കി ചിരിക്കുന്നെന്ന് പറയായിരുന്നു. അർജുനോട് ചായ കിട്ടി ജ്യൂസ് കുടിച്ചായിരുന്നു. അത് ചിരിച്ച തുപ്പായിരുന്നു. എൻ്റെ അർജുന താഴെ ഇറങ്ങി വന്നു. ഹീറോയുടെ മീട് നോക്കിയിട്ട് അടുത്തുണ്ടായിരുന്നു. പ്രിയ എന്ന് പറഞ്ഞിട്ട് ബായ് വളരെ ഹീറോയിൻ മുസ്ലിം തുപ്പിയായിരുന്നു. ഹീറോ ഷോക്കായിരുന്നു. എന്താ ചേട്ടാ അടുത്ത് വന്ന് കുപ്പിയത്? ഇല്ലടി പോയി വീട് നോക്കുക പറയാൻ. ഹീറോ ഇവിടെ ഓടി പറ്റും ഡ്രസ്സ് വീട് നോക്കായിരുന്നു. വീട് നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അത് എന്ന് പറഞ്ഞത് ഹീറോ അതെന്നെ ഹീറോയിന് മയ്യലിട്ടിട്ട് അത് ഫേസ് വാഷ് മീഡിയയിലിട്ട് മതിയായിരുന്നു. ഹീറോയെ കുളിച്ച് ഫ്രഷായിട്ട് ഹീറോയെ കുളിച്ച് ഫ്രഷായിട്ട് വന്നിരുന്നു. അതുമാത്രമല്ല ഹീറോയിൻ നിറയെ നൈറ്റ് ഫോട്ടോസ് എടുത്തായിരുന്നു. അന്നത്തെ ഫേസ് ഡ്രസ്സ് പറഞ്ഞാൽ വീട് നേരെ ക്ലീൻ ചെയ്തില്ലായിരുന്നു. ഇതാരെ പണി പറഞ്ഞ ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ഹീറോയോട് വീട് കയ്യിൽ ഓർമ്മ ഉണ്ട് ഹീറോയ്ക്ക്. ഞാൻ വീട് ഓൾറെഡി കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ ഹീറോ അർജുൻ നോക്കുമായിരുന്നു. അർജുൻ അറിയാതെ മതി ആട്ടിങ് ചെയ്തണേ എല്ലാത്തും പണി നിൻ്റെതല്ലേ എന്ന് പറയാൻ സോറി മാ എന്ന് പറഞ്ഞ ഹീറോയുടെ ചെയ്ത ഓടി പോകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ 2 പേർ തല ഉണ്ടാക്കായിരുന്നു. അപ്പോൾ 2 വോയിസ് കേൾക്കായിരുന്നു. പ്രിയ എന്ന് പറഞ്ഞ് 2 ഓടി വന്ന ഹീറോയിനെ അച്ഛൻ മാച്ചി എന്ന് പറഞ്ഞ് വീട്ടിൽ സമർ നോക്കായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയുടെ ഫ്രണ്ട് പറയായിരുന്നു മച്ചി എന്ന് പറഞ്ഞിട്ട്